ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ എന്ത് നടന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതെന്തുകൊണ്ടാണ് വിലയിരുത്തുന്നത്? അതൊരു മണ്ടത്തരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അത് മണ്ടത്തരമായിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ അവസരത്തിൽ എങ്ങനെ മാർക്കറ്റ് പ്രതികരിച്ചു, അതെങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ജീവിതത്തിൽ വെക്കാവുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാവിയിൽ ഇതുപോലെയുള്ള ഇവൻറ്റുകൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് ഒരു ചൂണ്ടുപലകയാണ് ഇതുപോലുള്ള ഇവൻറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിനെ പുറത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയോസ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്ന കമ്പനീനെ പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തല്ലോ, 2 ആഴ്ച മുമ്പല്ലേ. എന്തോന്നാ ആ വീഡിയോയുടെ പേര്? കൊടുങ്കാറ്റിൽ പെടാതെ 1 മാസം കൂടി ക്ഷമ കാണിക്കൂ എന്നുള്ള ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ആദ്യത്തെ ദിവസം നോക്കിയിട്ട് ആ ഒരു തിങ്കളാഴ്ച എന്താ നടന്നത്? വലിയൊരു റാലി. പിറ്റേ ദിവസമാണെങ്കിലോ അതിൻ്റെ റിസൾട്ട് വന്ന ദിവസം 10% അടുത്ത് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റിയൊക്കെ തൊട്ടടുത്ത് വന്നിട്ട് തിരിച്ചു കയറി. അപ്പോൾ അതിൻ്റെ അകത്ത് നടന്നു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസമോ മാർക്കറ്റ് സെൻസെക്സ് ആണെങ്കിൽ ഓൾ ടൈം ഹൈ എത്തി, നിഫ്റ്റി ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ അതിൻ്റെ ചുവട് താഴേക്കുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തി. പഴയ പ്രതാപം അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലേക്ക് എത്താൻ പോകണം. അപ്പോൾ ഇതൊരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്? അത് മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും ആദ്യം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നല്ലോ അല്ലേ. ആ എക്സ്പെക്റ്റേഷൻ എന്തെന്നായിരുന്നു? വലിയൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് വരും, അപ്പോൾ മാർക്കറ്റിന് ഭയങ്കരമായിട്ട് ഒരു ഊർജം കിട്ടും. അതെന്തുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് വന്നാൽ മാർക്കറ്റിന് ഊർജം കിട്ടുന്നത്? മാർക്കറ്റിൽ ഒരു ടീം മൊത്തമായിട്ട് ഫുൾ മെജോറിറ്റിയോടുകൂടി അതിൻ്റെ അകത്ത് ഭൂരിപക്ഷത്തോടു കൂടി മാർക്കറ്റിൽ ഒരു അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. മാർക്കറ്റിന് അത് അനുകൂലമാണ്. വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. ആ തീരുമാനങ്ങൾ അതുപോലെ തന്നെ പോകും. പക്ഷെ ഒരു കൂട്ടുമന്ത്രിസഭ, ഇപ്പോൾ ഉള്ള പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള കൂട്ടുമന്ത്രിസഭയിൽ എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് പലതും പല തീരുമാനങ്ങളായിരിക്കും. എൻ്റെ തീരുമാനങ്ങളായിരിക്കില്ല നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ അത് മൊത്തത്തിൽ എല്ലാത്തിൻ്റെ അഭിപ്രായം കൂട്ടിയിട്ട് ഒരു തീരുമാനമാക്കിയിട്ട് വേണം നമുക്ക് അത് മുന്നോട്ട് പോകാൻ. അത് ഒരു കണക്കിനൊരു പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാണ്, നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവാണ്. കാരണം വെച്ചാൽ ദീർഘനാളത്തേക്കും പലർക്ക് എതിരെ അഭിപ്രായങ്ങളുണ്ടാവും. അതൊക്കെ സ്വരൂപിച്ച് ഒരു നല്ല അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പം എല്ലാവരുടെയും അഭിപ്രായം നോക്കിയിട്ട് വേണം. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് തീരുമാനത്തെ സംബന്ധിച്ചല്ല, ആ സമയത്ത് തന്നെ ഒരു അനിശ്ചിതാവസ്ഥ. ആ അനിശ്ചിതാവസ്ഥയാണ് മാർക്കറ്റിന് ഇഷ്ടപ്പെടാത്തത്. മാർക്കറ്റിന് ഒരിക്കലും ഒരു അനിശ്ചിതാവസ്ഥ ഇഷ്ടപ്പെടുകയില്ല. അത് ആ സമയത്ത് മാർക്കറ്റ് തന്നെ അതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കും. ആ ഒരു പ്രതികരണമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടത്. ഒരു അനിശ്ചിതാവസ്ഥ പോലെ അവിടെ വന്നു. അപ്പോഴത്തേനും മാർക്കറ്റ് അതനുസരിച്ച് പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് മൊത്തത്തിലൊരു ഇവർക്ക് തന്നെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് വരുമെന്ന് തിരിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാർക്കറ്റ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു കയറിയത്. അതാണ് മാർക്കറ്റിൻ്റെ ആ അനിശ്ചിതാവസ്ഥ എന്ന് പറഞ്ഞൊരു പ്രശ്നം മാർക്കറ്റിന് ഒട്ടും ഇഷ്ടമല്ല. അത് ഏത് പ്രവൃത്തിയാണെങ്കിലും മാർക്കറ്റിന് അത് ഇഷ്ടമല്ല. അത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാർക്കറ്റിൽ അനിശ്ചിതാവസ്ഥ വരുന്ന സമയത്ത് ആ ഒരു ഇതനുസരിച്ച് പ്രതികരിക്കും. പക്ഷേ നമ്മളിവിടെ മറന്നു പോണ ഒരു കാര്യമുണ്ടല്ലേ, ഈ ഒരു ഇടിവിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്തേ? നല്ല കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും പേടിയുള്ളവർ മൊത്തം അത് വിറ്റ് കളയുകയത് അല്ലേ. ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. കാരണം ഈ ഡോജി ക്യാൻഡിലുകളുടെ ഒക്കെ ബോട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് അവൻ തിരിച്ചു കയറിയത്.
അപ്പോൾ ഈ ഇവിടെ പേടിയുള്ളവരൊക്കെ കുറേ പേര് പേടിയുള്ളവരൊക്കെ ഇനിയും കയറി പോകുമെന്ന് പേടിയുള്ളവർ ഫോമോ ബാധിച്ചിട്ട് എന്ത് സംഭവിച്ചു, വാങ്ങിച്ച് കൂട്ടിയവരൊക്കെ എന്ത് ചെയ്തു. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഇപ്പോഴത്തേനും പേടിയുള്ളവരൊക്കെ എന്ത് ചെയ്തു, കൊടുത്തു കളഞ്ഞു. ആ ഒരു കൊടുത്തു കളഞ്ഞത് അവിടെ വെച്ച് നിന്നു. അതോടുകൂടി എന്നെ മാർക്കറ്റ് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അവിടെ ഒരു അനിശ്ചിതാവസ്ഥ തീർന്നു. മാർക്കറ്റ് തിരിച്ചു ഉയരങ്ങളിലേക്ക് വന്നു. നമ്മളിതുപോലുള്ള ഇവൻറ്റുകളിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മാറി നിൽക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനും ഈ ഇവൻറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ കുറേ കമ്പനികൾ പഠിച്ച്, നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തി ഇന്ന കമ്പനികളൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, ആ കമ്പനികൾ നമുക്ക് ഇന്ന ലെവലുകൾ വരുവാണെങ്കിൽ നമുക്ക് അത് നല്ലൊരു ഭാവിയാണെന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് അതിന് മുന്നേ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇവൻറ്റ് വരുമ്പോഴത്തേന് അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് ചാടി വീഴുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ എപ്പോഴും കിട്ടുമൊന്നുമില്ല അല്ലേ. പിന്നെ മാർക്കറ്റാണ്, നമ്മളെപ്പോഴും അതിൻ്റെ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു ഇത്. ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ എന്താണ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് അവിടെ നാളത്തോടുകൂടി അവിടെ ഗവൺമെൻറ് അധികാരത്തിൽ കയറും. അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇവൻ്റ് എന്താ, ബഡ്ജറ്റ്. അപ്പം ബഡ്ജറ്റ് എനിക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. അത് കുറേ കണക്കുകളും കുറേ ഭാവി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് എനിക്ക് ഒരു ഇതില്ലാന്നും പറഞ്ഞിട്ട് മാറിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ മാർക്കറ്റിൽ ഈ ബഡ്ജറ്റ് ഒരു നിർണായക സംഭവം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ ബഡ്ജറ്റ്. അപ്പോൾ ഭാവിയിലേക്ക് എന്തോന്നാ ചൂണ്ടുപലക, വരവ് ചെലവ് കണക്ക് കൂടാണ്ട് അതിൻ്റെ അകത്ത് ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യലൂടെയുണ്ട്. ഈ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ ആ ഏരിയയിലേക്കായിരിക്കും ആദ്യം തന്നെ ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിനൊരു പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് ഒന്നും അത് സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല റാലി നടത്തുന്നത്, സംഭവിക്കുന്നതിന് ഒരുപാട് മുന്നേ തന്നെ റാലി തുടങ്ങും. അപ്പോൾ ഇതുപോലുള്ള ഒരു സൂചനകളൊക്കെ ലഭിക്കുമ്പോൾ മുതൽ ആ ഒരു ഏരിയകൾ അതിൻ്റെ അകത്ത് റാലിക്ക് തുടങ്ങും. അതാണ് മെയിനായിട്ട് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെയുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയകൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. അതിൻ്റെ അകത്ത് വരും കാലത്ത് ലക്ഷ്യമാക്കുന്നതും പ്ലാൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകല്. അത് കഴിഞ്ഞിട്ട് തന്നെ ഇവൻ്റ് നിന്നാ ഇനി വരാൻ പോണത് എന്തെന്നാ, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല. അപ്പോഴത്തേനും മാർക്കറ്റ് പുതിയ ഓൾ ടൈം കുറിക്കില്ലേ, എന്ത് വന്നാലും കുറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സൂചനകൾ നമുക്കിപ്പോൾ തന്നെ ലഭിച്ചു. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അത്രയും ബുള്ളിഷാണ്. അതുകൊണ്ടാണ് പൂർവാധികം ശക്തിയോടുകൂടി പുതിയ ഉയരങ്ങൾ കുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു വലിയൊരു റാലിയുടെ തുടക്കത്തിൽ ആ തുടക്കം കഴിഞ്ഞ് ഇനി വരുന്ന ഒരു 10-15 കൊല്ലം എന്ന് പറയുമ്പോൾ പല സർക്കാരുകൾ മാറി വന്നാലും നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വളർച്ചയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു അതിനെ പഠിക്കാൻ മടിയായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ലക്ഷ്യങ്ങൾ നേടാനായിട്ടുള്ള ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ വരുന്ന 10-15-20 കൊല്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഇടിവിൻ്റെ സമയത്ത് പേടിക്കേണ്ടാത്ത ഏരിയകൾ ഏതൊക്കെയായിരുന്നു? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളാരെങ്കിലും സർക്കാർ മാറി എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുമോ? അല്ലെങ്കിൽ TV യൂസ് ചെയ്യാതിരിക്കുമോ? വാഹനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുമോ? സർക്കാർ മാറി, ഞാൻ ഇനി ഒരു ഹോസ്പിറ്റലിൽ പോയാലെന്ന് അറിയുമോ? ഇതൊന്നും നമ്മൾ മാറ്റി വയ്ക്കുകയല്ല. കാരണം എന്താ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യഭാഗമാണ്. കാരണം ഭക്ഷണം കഴിക്കൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ, പിന്നെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ, ആയിട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺ, TV, വാഷിംഗ് മെഷീൻ, പിന്നെ അങ്ങനെ ഒരുപാട് നിത്യജീവിതത്തിൽ ഞാനത് പറയുന്നില്ല, ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ സർക്കാർ മാറിയെന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാണ്ടെന്നിരിക്കുകയല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിൻ്റെ അകത്തെ വളർച്ചാ സാധ്യത നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ ഇത്രയും വലിയൊരു
ഒരു ടീമാണ്. അപ്പോൾ ഇത്രയും വലിയ ടീമിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അതിൻ്റെ അകത്തുണ്ട്. ഈ ഏരിയകളൊക്കെ ഒരുപാട് വളരാനുണ്ട്. ഇനിയും റോഡും റെയിലൊക്കെ ഇനിയും ഒരുപാട് വളരാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവർക്കൊക്കെ തന്നെ ഒരുപാട് പുതിയ പുതിയ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ബിൽഡിങ്ങുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വയറിങ് ഒരുപാട് സ്റ്റോക്കുകൾ അതുപോലെ വളരാനുണ്ട്. അപ്പോൾ ഈ ഏരിയകളൊക്കെ വികസിക്കുമ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടും. അതനുസരിച്ച് ആ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല കമ്പനികൾ നല്ല കമ്പനികൾ റാലി നടത്തുകയും ചെയ്യും. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, മറന്നു പോകാൻ പാടില്ല. ഇതുപോലത്തെ ഇവൻറ്റിൻ്റെ സമയത്ത് നമ്മൾ അതിനകത്ത് ആ ഒരു പേടി കാരണം, ഭയം കാരണം നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്കാണ്, നമ്മൾ വലിയ പ്ലാനൊക്കെ ചെയ്തിട്ടായിരിക്കും അത് വാങ്ങിച്ചേക്കണത്, പക്ഷേ പേടി കാരണം എന്നാ ചെയ്യും, അത് വിറ്റ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, മൊത്തത്തിലൊരു ഒരു ഒരു പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന് ഇന്ന ലെവലുകളിൽ ഇടിവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആവറേജ് ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നല്ലൊരു പ്രൈസിലെത്തുമ്പോഴത്തേനും നമുക്കത് വീണ്ടും അതിനെ തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ഇവൻറ്റിൽ മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യേണ്ടത് തന്നെ ഇങ്ങനെ വലിയ ഇവൻറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് വേണം വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവൻറ്റുകൾക്ക് ഇനി വരാൻ പോണ ഇവൻറ്റുകൾക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മളിപ്പോഴേ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങിയാലേ ഭാവിയിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ലക്ഷ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പുതിയതായിട്ട് പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു, കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.